ഹായ് 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 എന്തൊക്കെ തിന്നിട്ട് ആ ചേമ്പിന്റെ അല്ല മുഴുവൻ തിന്നിട്ട് അയറ്റെന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശുക്രാക്ക നമുക്ക് പപ്പടത്തറപ്പിന്റെ കല്യാണം നമുക്കൊന്ന് പോണ്ടേ? ഈ തടിച്ച് കൊയ്ത്ത് ലുക്കുള്ള അന്നേറ്റ് പോവേ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഞാൻ ഈ കുളത്തിലായത് എങ്ങനെ രണ്ട് അതിന് എന്റെ മോൾക്ക് ഇഷ്ടപ്പെടായി അല്ലാന്ന് കുട്ടിക്ക് ജോലി ഇല്ലാറങ്ങാനാണ് മുടങ്ങിയത്. നല്ല തറവാട്ടേരിയത് മുടങ്ങിയത് സങ്കടമായി പോയി. എടി പ്ലീസ് ഒന്ന് വാ. ഞാൻ വരൂലെന്ന് പറഞ്ഞാ വരൂല. കൊറേ കാലായി ഞാൻ ഈ ലൈസൻസും തൂക്കിയിട്ട് നടക്കുന്നേ. എനിക്ക് ഇന്ന് രണ്ടിലൊന്നും അറിയണം. ഞാൻ ചോദിച്ചാ എന്തായാലും തരൂല. ചോദിച്ചാ അങ്ങനല്ലേ, ഞാൻ ചോദിച്ചാ മുപ്പത് വലുട്ടി പറയും. വെറുതെ ഒന്നല്ലേ ബാബാ, മുപ്പത് പൈസ കൊടുത്തിട്ടല്ലേ. എന്താ കാട്ടണു? കുട്ടികളെ പെറ്റിട്ടാണ് ഇന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നേ. ഞാൻ ഇത്ര തടിയൊന്നും ഇല്ല. ഇനി ഒരു മോഡൽ ഒരു ഫാഷൻ ഇല്ലാത്ത അണ്ണ എങ്ങനെ കൊണ്ടുപോവാ? നിങ്ങൾ വലിയൊരു സുജായി എന്നിക്കണേ. നിങ്ങൾ ആണുങ്ങൾക്ക് തടിച്ചാലെ കിട്ടിയ തടിയില്ലാത്തവരും തടിയില്ലാത്തവരും എന്താ അതിനെ കാട്ടുന്നടി? എടി പുതിയ വണ്ടിക്കൊക്കെ ഭയങ്കര പൈസയാ. നമുക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി. സാറേ വണ്ടി വാങ്ങാൻ പൈസ ഒന്നും വേണ്ട, 0% ഡൗൺ പേയ്മെന്റ് ആണ്. വണ്ടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീട്ടിൽ കൊണ്ടുപോകാം. സാധനം മുപ്പത് ഇഷ്ടം പോലെ ഉണ്ട്. എന്നാ വിറ്റ് പോകണ്ട്. എവിടക്ക പോയി പണ്ടാടക്കണ പഠിച്ചു അറിയാം. തരണ്ടേ മുപ്പര്. പെണ്ണുട്ടിക്കോട്ട് വന്നാ ജോലടിയിൽ നിൽക്കണ്ട. ശരിയാവും. കിട്ടിയ തടിച്ചോലിയും വേണം. നിങ്ങൾ ആണുങ്ങളൊന്നും നമ്പാൻ പറ്റൂല. ബെസ്റ്റ് ഭാര്യക്കാ താഴെ ഫ്രണ്ട്സിന്റെ മുകളില് എത്ര നോട്ടിയാ കാട്ടിനെ തച്ച് കൊല്ല ആണ്ടൊക്കെ വലിച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഇവരാണ് ഇപ്പച്ചന്റെ കല്യാണം മുടക്കിക്കണതേ. ആര് പറഞ്ഞു? അതൊക്കെ ഞമ്മളെ താനടക്കുവോ? മുത്തേ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങാം. സെക്കൻഡ് ഹാൻഡ് വണ്ടി നിങ്ങളെ മറ്റോൾക്ക് അങ്ങോട്ട് പോയിക്കോ. പോയി തന്ന ആരാ പാവരുണ്ട്? ഹുസൈനും ഭാവിയാണല്ലോ. എന്താ അടികളൊരു സാധനം. ഓരോ പേരും പറഞ്ഞിട്ട് കണ്ണിങ്ങണ്ട് പെണ്ണുങ്ങളൊപ്പം കൂത്താൻ നടക്കാനുള്ള ഒരു ഐഡിയ വന്നിട്ടുണ്ട്. പതിച്ച് ഓളം നോക്കേ, ഓളെ ചൊറുക്കൊക്കെ ഒരു സ്ലിം ബ്യൂട്ടിയാണ്. ഞാൻ തടിച്ചു പോയിട്ടില്ല. എത്ര ആയാലും നിങ്ങളെ അളാമാന്റെ വിധിയാണ്. അങ്ങനെ പറഞ്ഞു ഞാനാണ് ഇവിടുത്തെ നിധിന്നല്ലേ പറഞ്ഞേ, വിധീത പറഞ്ഞേ. ഇവൻ പറയണ ഓലോട് ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂന്നേ. പിന്നെ എത്ര തേങ്ങ ഞാൻ പറയണ്ടേ. മറ്റോൾക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി നിങ്ങളെ മാമന് വാങ്ങി കൊടുത്താ മതി. എനിക്ക് പുതിയത് വേണം. അപ്പൊ ഇനി പുതിയ വണ്ടി കിട്ടാണ്ട് വരൂല അല്ലേ? ഇല്ല. പൊന്നാരെ നിങ്ങൾ ഇങ്ങോട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട. ഞങ്ങൾക്ക് ഒരു കൊറ്റം കുട്ടിനെ വേണം. അതന്നെ ഇതിന്നൊരു ഒറ്റ ഒന്നിനെ ഞാൻ തരൂല. ഞാൻ പറഞ്ഞില്ല എന്നോട് തീരും തരൂല. മോളൊന്നുമില്ലല്ലോ എനിക്ക് വലിയതൊന്നും കാണാന്. നിങ്ങൾ എന്താ ശുക്രൊക്കെ അന്യ പെണ്ണുങ്ങളൊപ്പം കറങ്ങിയെടുക്ക? ഇത് ചീപ്പല്ലേ? വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ്. +2 വരെയല്ലേ പോയത്. പിന്നെ എന്താണ് പറഞ്ഞത്? ഓഫീസിലെ ജോലി എനിക്കറിയില്ല, ഓഫീസ് അടിച്ചേരാൻ മാത്രമേ അറിയുള്ളൂല്ലേ? ശരിയല്ലേ? നമ്മൾ ഓഫീസ് റൂമൊക്കെ ജനലിൽ അടിച്ചു ഒരു വരൂലെന്ന് പറഞ്ഞാ വരൂല. അങ്ങനെയാണെ പുതിയ വണ്ടി ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഫ്രീ ആയിട്ടോ? അതേടിയാ? ആദ്യം ഇനി കുതിര ഞാൻ പറഞ്ഞോളാം. പിന്നെ എന്തിനാ ഞങ്ങൾ ഇതിനെ നോക്കി വളർത്തണേ? പൊന്നാര ബാബ ഏറ്റങ്ങളെ മുഴുവ ആ താക്കത്ത് നാട്ടിലെ ആൾക്കാരില്ലേ ഓര് ബുക്ക് ചെയ്തതാണ്. ഞാൻ തന്നെ നോക്കിയിട്ട് എത്തണല്ലേ. ആരാന്റെ പെണ്ണുങ്ങളൊപ്പം നടക്കണം എത്ര വലിയ വിദ്യാഭ്യാസം? എനിക്ക് ഈഗോണേ അണ്ടികൾ ചൊറുക്കും ഉണ്ടായിട്ട് അത് സ്വഭാവം നോക്കെ. നിങ്ങൾ പിന്നെ സൽസ്വഭാവത്തിന് നോബൽ സമ്മാനം കിട്ടിയ ആളല്ലേ? അത് വേർപ്പണിട്ട് പറഞ്ഞിട്ടില്ല പറ്റിയ നല്ലൊരു ബന്ധത്തിന് ഞങ്ങൾക്ക് കിട്ടൂലൊക്കെ ഉറപ്പാണ്. ഒലക്കാണ് ഓള് പറഞ്ഞൊക്കെ സത്യ. ഇജ്ജാ വന്നവരോട് മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ വരാൻ പോണ ഒന്ന് ഇറങ്ങ്, എന്നിട്ട് വാ, ഞാൻ കാണിച്ചു തരാം. പടച്ചോനെ ഇതെത്ര വണ്ടിയാ? എനിക്ക് ഈ ഓൽക്കാണ് ഈ തൊടു കൂടിയും പറമ്പ് കൂടിയും തിന്നുകൂടി നടക്കുന്ന ആടുകളെ മാത്രം പറ്റുള്ളൂ. ഓൽക്ക് ആ ഫാമിൽ നിന്നുള്ള ആടുകളെ പറ്റൂല. അലർച്ച തരാൻ പൂതിയിലായിട്ടല്ല. അല്ല നിങ്ങൾക്ക് ഇപ്പൊ എന്തിനാ ആടുകള്? പോയി കുളിച്ച് ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനും ഡ്രസ്സ് ഇറക്കി തരാനൊക്കെ ഞാൻ വേണം. ഞാൻ ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവ് വരുത്തിക്കണ? എനിക്കറിയാം എന്താ. എന്നോട് സത്യം പറയട്ടെ, ഞാൻ എല്ലാ സത്യം മൊത്തം പറഞ്ഞു കൊടുത്തു പറ്റിയ. കല്യാണം മുടക്കി കൊടുക്കി നല്ലോണം കൊടുക്കി നന്നായി. അത് വണ്ടി മതി, അല്ലെങ്കിൽ ഈ വണ്ടി മതി. അല്ല ഇത് മതി, ഇത് ഫിക്സ്. അപ്പൊ ഇത് ഉറപ്പിച്ചില്ലേ? ഉറപ്പിച്ച് 3 വട്ടം. കരെന്തേലും ഉണ്ടോ? കോയാക്ക അതേ ഞങ്ങൾക്കും താക്കത്തേരന്മാര് ഒരു ആട്ടിലേന്ന് തുടങ്ങാനാണ്. അങ്ങനെ ഒരു സംഭവങ്ങളെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിലേ ആ വെച്ച ചെമ്പിന്റെ ഇറക്കി വെച്ചാളി, അതാ നല്ലത്. വേണ്ടിയത് കോമ്പങ്കാട്ടേക്ക് പറ്റിയ നല്ലൊരു ബന്ധം അതാണ് കോളാക്കി പോകും. അല്ല ഓൻ എന്നോട് എന്താ ഡിമാൻഡ് പറഞ്ഞു? ആ പുറത്തെടുക്കുന്ന ചോന്ന സ്കൂട്ടർ ഇല്ലേ, അതിന്റെ താക്കോലോ? അതെന്തിനാ വെറുതെ കൊടുക്കാൻ വെച്ച? ആ ഓല മാർഗത്തിൽ ആട്ടിലാണ്ടാക്കാനൊന്നും ഇപ്പൊ നിങ്ങളെ കൊണ്ട് കജൂല. അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പൊ തുടങ്ങി നോക്കിയല്ലോ. എന്നിട്ട് പോലൊക്കെ പാടെ താക്കത്തേര് ഇടുന്ന അത്ര ആടും മരുന്ന് ഇട്ടിക്കാണ്ട് ഇപ്പൊ തൽക്കാലം നിങ്ങളെ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ കജൂല. ഇവ ഹൈമാനൊന്നല്ല, ഇവ എന്റെ യോയോ ബോയ്, എന്റെ ബെസ്റ്റനാണ്. അല്ല ഇങ്ങനെ 85 മോഡലല്ലേ? ഓളെ നോക്കാലോടുന്നേ
വീട്ടു ജോലിക്കൊക്കെ ഉള്ള ഒരാളല്ല ആവശ്യം. ഓൾക്ക് കുറെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈഫിനാണ് ഓർക്ക് ആവശ്യം. അതിനെന്നെ എനിക്ക് അന്തല്ലല്ലോ, ഇജ്ജ് +2 വരെയല്ലേ പോയിട്ടുള്ളൂ. ചാവി ഇങ്ങ് താ ചങ്ങായി, പോയിട്ട് വേറെ പണിയുണ്ട്. അപ്പൊ നിങ്ങൾ വണ്ടി വാങ്ങാൻ വന്നാലേ നിങ്ങൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യട്ടോ, വണ്ടി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാ. അരമണിക്കൂറല്ല 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത്, ആ ചെമ്പിന് ഇറക്കിച്ചാളി. പൊന്നാര ഹുസൈന് ആ താക്കത്തെ നാട്ടിലെ മാണയം തിന്നോ, എനിക്ക് കുറച്ചാലും കൂടി ജീവിച്ച. ഈ പ്രായത്തിൽ ഞാനൊക്കെ പിടിച്ചിരിക്കുന്നത് അയിമലാണ്, അല്ലാതെ ബസ്സിന് എന്റെ ബെസ്റ്റ് നിങ്ങൾ പറഞ്ഞില്ലേ ഭർത്താവിന്റെ താഴെയും ഫ്രണ്ട് ലിസ്റ്റിന്റെ മുകളിലൊന്ന് എന്റെ ചെക്കൻ. അപ്പൊ അനക്കാ നീ കുട്ടിനെ വേണ്ടി ബിലീസേ. ഇന്നെ കെട്ടിക്കൊന്നു എനിക്ക് കുട്ടി ആ +2 കഴിഞ്ഞ നേരത്തെ എന്തെങ്കിലും പഠിച്ചാൽ മുട്ടാൻ മതി തന്നെ. ആ ചങ്ങായിക്കാണ് ഒരു 6 മാസത്തെ ലീവുള്ളൂ. ഇപ്പൊ നിങ്ങൾ പേടിച്ചണ്ട, ആ ബന്ധം തന്നെ നമുക്ക്. ഞങ്ങളെ വെയിറ്റ് സൈഡ് ഔട്ട് സൈഡ്. എടാ പുറത്ത് വെയിറ്റ് ചെയ്യാന്ന്, വാ ഇവിടെ ഇരിക്കാം, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ. അല്ല ഓരോ ഭാര്യങ്ങനെ ബാക്കൊക്കെ മുടിയും കെട്ടി വെളിച്ചപ്പാട് നടക്കാനായി നടക്കാനാണ് എന്റെ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഇത് നടന്നോ. കുട്ടി പാളെ കളഞ്ഞ് യാതൊരു നമുക്കേ ചെമ്പത്തി വെക്കാൻ കൂടില്ല. ഓ എന്താ അത് കെട്ടിയൊന്നുമില്ല, ഇനി ഞാൻ ഒറ്റയ്ക്കേനു. പിന്നെ ഞാൻ എന്റെ ചെക്കനും കൂടി ഇന്ന് സോളോ ട്രിപ്പ് ഒക്കെ പോകട്ടോ. അന്യ പുരുഷന്റെ കൂടെ ഈ നരകത്തെ തീക്കൊള്ളി അവിടെ പത്തുവോ. നിങ്ങൾ എന്ത് മോന്റെ സുക്കുറാക്ക, നിങ്ങൾ 10ാം നൂറ്റാണ്ടിൽ തീർക്കും. ഓലക്ക കിട്ടും. ആ ചെറുക്ക് 6 മാസം കൊണ്ട് പോവാണ്. ജോലി പഠിച്ചിരിക്കണം. അതിനിപ്പച്ച് ഓഫീസ് അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സ് 4 മാസം കൊണ്ട് പഠിച്ച് ജോലി കിട്ടുന്ന ഒരു സ്ഥാപനം ഉണ്ട്. ഏത് ഇവിടെ ഇരിക്കാൻ പറ്റില്ലേ? സ്കൂട്ടർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, പുറത്ത് വെയിറ്റ് ചെയ്യാനാ പറഞ്ഞു. സ്കൂട്ടർ കിട്ടും, നടക്കൊന്ന് എടുത്തോട്ടെ, നിങ്ങളൊന്ന് മാറി. അത്രേ ഉള്ളൂ, അത് ഞാൻ വെയിറ്റ്. എന്നാൽ ഈ വണ്ടി താക്കത്തേരമാർക്ക് താട്ടിലുണ്ടാക്കാനൊന്നും ഇപ്പൊ തൽക്കാലങ്ങളെ കൊണ്ട് കജൂല. അതിന് മുതലെണ്ണം ഇടണം. ആ നിങ്ങൾ ലാഭം ആധുനിക ലോകത്തേക്ക് വണ്ടി വിളിച്ച് വരീന്നേ. ഞാനെന്റെ ചെക്കനെയും കൂടി ടൂർ അയക്കണ വെച്ചിട്ട് മല ഇടിഞ്ഞ് വീകൊന്നുമില്ല. ഞാൻ പോട്ടെ തന്തേ, വണ്ടി വിൽക്കട കുട്ടാ. അതിന് കോട്ടക്കൊക്കെ പോണ്ടേ? ആര് പറഞ്ഞു? പെരിന്തൽമണ്ണ ആയിഷ കോംപ്ലക്സിൽ ഉണ്ടല്ലോ അത് തന്നെ. ആ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 4 മാസം കൊണ്ട് ജോബ് പഠിച്ചു. ആ മുക്കി കൂടെ എന്റെ പാത്തോ ഇജ്ജ് ഇവിടെ 2 ദിവസം ഞാൻ എന്റെ ചെറുക്കന്റെ കൂടെ കറങ്ങാൻ പോയി, അതിനിപ്പോ എന്താ കുഴപ്പം? ഞാൻ എന്റെ പെണ്ണു വെച്ച് കറങ്ങി മാത്രം നോക്കിയിട്ട് അടുത്തൊരു കാര്യമില്ല. അടക്കാണ്ട് മതി 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 ഇന്ന് തിന്നത് മതി. ഇറക്കി അല്ല മുതൽ കുറ്റാൻ പൊളിച്ചു. ഓങ്ങളമാർക്ക് ചാണത്തടി ഒന്നുമല്ല, ഓൻ ഉരിക്കേ. ഇങ്ങളെ കണ്ട ബംഗാളി ലുക്ക്, ഓനങ്ങോട്ട് നോക്കി എന്തൊരു ചോർക്ക് കൊറിയൻ ലുക്കല്ലോ ഓനെ. ുണ്ടെങ്കിൽ ഈ കല്യാണം ഉറപ്പിച്ചു എന്നാണ് കൂട്ടിക്കോളി. ഇന്നേ മോൾട്ടിന്റെ കല്യാണം ഉറപ്പിച്ച നാട്ടുകാരെ ഉറപ്പിച്ചിട്ടില്ല. കൊറിയൻ ലുക്കല്ലോ, കൊറങ്ങൻ ലുക്കാണ്. നിങ്ങൾക്ക് ഈ കടിച്ചിട്ടില്ലേ? നിങ്ങളെ കണ്ടാലേ കൊളക്കടയിൽ പോക്കറാച്ചിതാളം ഇരിക്കണമാർക്കുണ്ട്. കണ്ടില്ലേ പഞ്ചാരച്ചാക്ക് ഇബന്റെ വെള്ളം ഉണ്ടെങ്കിൽ 6 pack ആണ്. ഒക്കെ നമുക്ക് വെറുതെ കിട്ടും, നമ്മൾ സ്വപ്നത്ത് പോലും വിചാരിച്ചിട്ടില്ലല്ലേ. വിചാരിക്കേ അതാ കണ്ണൂർ സീനത്ത് പോന്ന കണ്ണൂർ സീനത്ത് മോനെ നിങ്ങളെ കണ്ട BSNL ടവറിന്റെ അടുക്ക് നിങ്ങളെ മാരിക്കേ മൈസൂരാക്ക് തൊലയിച്ച മാർക്കല്ലേ അവന്. ഇത് പാത്തോ പറ്റാതെ ബുദ്ധി പറഞ്ഞിട്ടാ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടാണ്